പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് അംശദായം അടക്കാൻ എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കണമെന്ന് പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ അധ്യക്ഷൻ AC മൊയ്തീൻ MLA പറഞ്ഞു. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടനകളിലെ അംഗങ്ങളെല്ലാം പ്രവാസി ക്ഷേമ സമിതിയിൽ അംഗങ്ങളാണെന്ന് സംഘടനകൾ ഉറപ്പുവരുത്തണം. പ്രവാസികൾക്ക് അംഗത്വം നൽകുന്ന സംഘടനകൾ അംഗത്വത്തിനുള്ള അപേക്ഷ കൂടി പൂരിപ്പിച്ചു നൽകാൻ ശ്രദ്ധിക്കണം. പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകാൻ അംഗത്വം അനിവാര്യമാണെന്നും AC മൊയ്തീൻ പറഞ്ഞു. പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസ് മലപ്പുറം ജില്ലയിൽ തുറക്കണമെന്ന പ്രവാസികളുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും എല്ലാ ജില്ലയിലും ഓഫീസ് തുറക്കണമെന്നതാണ് സമിതിയുടെ കാഴ്ചപ്പാടെന്നും AC മൊയ്തീൻ പറഞ്ഞു. പ്രവാസികൾക്ക് വലിയ അംഗീകാരമാണ് ലോക കേരള സഭ എന്ന ആശയത്തിലൂടെ സംസ്ഥാന സർക്കാർ നൽകിയത്. വിദേശ മലയാളികളുടെ എണ്ണം സംബന്ധിച്ച വിവരശേഖരണം കുറ്റമറ്റതാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വിവരശേഖരണം നടത്താമെന്ന പ്രവാസി സംഘടനകളുടെ നിർദ്ദേശം നിയമസഭാ സമിതി പരിഗണിക്കും. പ്രവാസി സംരംഭകർക്ക് ബാങ്കുകൾ വായ്പ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത്തരം ബാങ്കുകൾക്കെതിരായ പരാതികൾ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയിൽ ഉന്നയിക്കുമെന്നും AC മൊയ്തീൻ പറഞ്ഞു. നമ്മുടെ ഇവിടുന്ന് ധാരാളം ആളുകൾ കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തും ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോഴാണ് അതിന് ഉത്സാഹി വന്നത്. ഇവരെ പ്രവാസി ലിസ്റ്റിലില്ല, നിർവചനത്തിലില്ല, കേന്ദ്ര ഗവൺമെന്റ് നിർവചനത്തിലില്ല. പ്രവാസി എന്ന് പറയുന്നതിന് ഒരു കേന്ദ്ര നിയമമുണ്ടല്ലോ. ഈ പഠിക്കാൻ പോണ കുട്ടികളില്ല. ആ പ്രശ്നമാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നത്. അത് ചർച്ച ചെയ്തപ്പോഴാണ് എത്ര കുട്ടികൾ പോകുന്നത്. ഒരു കേരളത്തിൽ നിന്നല്ല, കേരളത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാൻ ഇങ്ങനെ വിദ്യാർത്ഥികളെ പഠിക്കാൻ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഏജൻസികളുടെ കയ്യിൽ നിന്ന് ആ വിവരം ശേഖരിക്കാൻ കേരള ഗവൺമെന്റിന് നടപടിയെടുക്കാം. പക്ഷേ ഇത് കേരളത്തിന് വെളിയിലാണ്. ആ കേരളത്തിന്റെ വെളിയിൽ നിന്ന് കൊണ്ടുപോകുന്നവരുടെ യോഗ്യതയോ വിശ്വാസ്യതയോ ഒന്നും പരിശോധിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നില്ല, മറ്റൊന്നുമില്ല. ഞങ്ങളിത് പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ്. അപ്പോ കുട്ടികളുടെ മാത്രമല്ല, ഇത് മറ്റുള്ള തൊഴിൽ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിലും ഇങ്ങനെ ചില ഏജൻസികൾ നമ്മുടെ രാജ്യത്തുള്ള നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിനോട് ഞങ്ങൾ പറഞ്ഞത്, ഇത്തരം ഒരു കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഈ ഡാറ്റാബേസ് ഉണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കൂടി ഇടപെടൽ വേണം, സംസ്ഥാന ഗവൺമെന്റ് ഇടപെടൽ വേണം. ഈ ശുപാർശ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ്. എന്നിട്ടും നിരവധി പേർ ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തിട്ടില്ലെന്ന് സമിതി അംഗമായ ഡോക്ടർ KT ജലീൽ MLA പറഞ്ഞു. വിദേശത്തെ പ്രവാസി സംഘടനകൾ മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ ക്ഷേമനിധിയിൽ കൂടി അംഗത്വമെടുപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ സമിതി അംഗങ്ങളായ ET ടൈസൺ, K ഉണ്ണികൃഷ്ണൻ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. നിയമസഭാ സെക്രട്ടേറിയറ്റ് നോർക്ക സമിതി അണ്ടർ സെക്രട്ടറി K ആനന്ദ്, അഡീഷണൽ SB ബിജുരാജ്, നോർക്ക റൂട്ട് സെന്റർ മാനേജർ C രവീന്ദ്രൻ, പ്രവാസി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ S നവാസ്, ജില്ലാ പ്രവാസി പരിഹാര സമിതി കൺവീനർ VK മുരളി എന്നിവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം, പ്രവാസി ഫെഡറേഷൻ, പ്രവാസി ലീഗ്, പ്രവാസി കോൺഗ്രസ്, ഗൾഫ് മലയാളി കോർഡിനേഷൻ കമ്മിറ്റി, ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ പ്രവാസികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമിതികളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.